കലക്ടർ മൈൻ ഹാജി MLA ഉണ്ട് തത്സമയം. മനീഷ് നമുക്ക് ടെലിഫോൺ ലൈനിലുണ്ട്. നമസ്കാരം കലക്ടർ. നമസ്കാരം MLA. നമസ്കാരം. നമ്മള് ഒരു ഉമ്മയുടെ കഥ ഇപ്പൊ പറഞ്ഞു, അത് കേട്ടിരുന്നോ? അതായത് ഐഷ എന്നുള്ളൊരു ഉമ്മയാണ്. ഉമ്മയ്ക്ക് നല്ല പ്രായമായി, ആരുമില്ല. ഉമ്മ ആകെ ജീവിച്ചിരുന്നത് 24 വയസ്സുള്ള അർഷാദ് എന്ന മകനോടൊപ്പമാണ്. അപ്പോൾ ഈ മകനൊരു ആശുപത്രി ആവശ്യത്തിന് വന്നപ്പോൾ ട്രെയിനിലിരുന്ന് ഉറങ്ങിപ്പോയി. മാരാരിക്കുളത്തെത്തിയപ്പോൾ, എറണാകുളത്ത് ഇറങ്ങേണ്ട കുട്ടി മാരാരിക്കുളത്തെത്തിയപ്പോൾ സ്ഥലം മാറിയതെറിഞ്ഞ് പെട്ടെന്ന് ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി. വേഗം കുറഞ്ഞപ്പോൾ ട്രെയിൻ അടി വീണിട്ട് 2 കാലും അറ്റുപോയി. ഈ ഉമ്മയ്ക്കാണെങ്കിൽ ആരുമില്ല. ഇപ്പോൾ ഉമ്മ ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ കുട്ടിയെ, അർഷാദ്. അയാൾ ബോധാവസ്ഥയിലേക്ക് വന്നിട്ടില്ല, 2 കാലും മുറിച്ചു മാറ്റി. ഈ ഉമ്മയാണെങ്കിൽ 67 വയസ്സുമായി, ആരുമില്ല ഉമ്മയ്ക്കൊപ്പം. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഞങ്ങൾ രാവിലെ ഇന്ന് കാണുന്ന സമയത്ത് വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുമോ ശ്രീ കലക്ടർ? തീർച്ചയായും ഞാൻ ഒരു MLA എന്ന നിലയിൽ അവരുടെ കൂടെ ഉണ്ടാവും. അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾക്ക് വേണ്ടി ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാനില്ല. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന അല്ലെങ്കിൽ ആ സാമ്പത്തിക ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കാൻ തയ്യാറായി. ഞങ്ങളുടെ പ്രതിനിധി മനീഷ് മഹിപാൽ ഉണ്ട്, അദ്ദേഹം ഒന്ന് വിളിക്കും. ഓക്കെ. അപ്പം നമുക്ക് വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പൊ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ട്രോമ കെയർ സെന്ററിന്റെ മുന്നിൽ ഇരിക്കുകയാണ് ഈ പാവം ഉമ്മ. ഒന്നും അറിയില്ല ഉമ്മയ്ക്ക്, വസ്ത്രം പോലും മാറ്റിയില്ല, ഭക്ഷണം പോലും കഴിച്ചില്ല. തീർച്ചയായും അവരുടെ കൂടെ ഉണ്ടാവും. അവരെ ചികിത്സക്ക് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ കൂടെ ഉണ്ടാവും. ഓക്കെ. താങ്ക് യു കലക്ടർ മൈൻ ഹാജി. താങ്ക് യു MLA. താങ്ക് യു. അപ്പോൾ കലക്ടർ മൈൻ ഹാജിയാണ് ഇപ്പോൾ. മനീഷ ഉമ്മയോട് പറഞ്ഞോളൂ. കലക്ടർ മൈൻ ഹാജിയെ നമ്മൾ ബന്ധപ്പെട്ടു. MLA എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം മനീഷ് ഒന്ന് കലക്ടർ മൈൻ ഹാജി MLA വിളിക്കണം. MLA എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർക്ക് വസ്ത്രം മാറാനും അടുത്തുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും താമസിക്കാനുണ്ടെങ്കിൽ അങ്ങനൊരു സംവിധാനവും കൂടി ഏർപ്പാടാക്കി കൊടുക്കാം. നമുക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൂടി ഒന്ന് ബന്ധപ്പെടാവുന്നതാണ്. കാര്യം ഉമ്മയ്ക്ക് വേറെ ആരും അവിടെ സഹായത്തിലില്ല, ഒറ്റയ്ക്കാണ്, കാര്യങ്ങളൊന്നും അറിയുകയുമില്ല. നമുക്ക് പ്രാദേശികമായിട്ട് കൂടി ഒരു പിന്തുണ ഈ ഉമ്മയ്ക്ക് കൊടുക്കേണ്ടതുണ്ട്. പ്രായമായ ഉമ്മയാണ്, ഉമ്മയ്ക്ക് ഒന്നും അറിയില്ല, അധികം ഒന്നും യാത്രയൊന്നും ചെയ്തിട്ടുള്ള ഉമ്മയാകാനുള്ള സാധ്യതയില്ല, അല്ലേ മനീഷ്? അതെ അരുൺകുമാർ, ഞാൻ പറഞ്ഞതുപോലെ ഒരു ഒറ്റ രാത്രിയിൽ മകൻ അപകടത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്ത് വന്നതാണ്. ഇവിടെ ഈ നാടറിയില്ല, ഈ നാട്ടിലുള്ള ആളുകളെ അറിയില്ല, ഫോൺ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഫോൺ പോലും അല്ല കയ്യിലുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റാരെങ്കിലും ബന്ധപ്പെടാൻ അറിയില്ല. ഫോണിലാണെങ്കിൽ റീചാർജ് ചെയ്ത് ആരെങ്കിലും വിളിക്കാൻ ഒട്ടും ബാലൻസ് ഇല്ലാത്ത ഫോണാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ എങ്ങനെ മകനെ പരിചരിക്കും? ഒപ്പം തന്നെ ഒരുപാട് സ്കാനിങ്ങുകൾ, മറ്റ് പരിശോധനകളിലൊക്കെ തന്നെ പുറത്തുനിന്ന് ഡോക്ടർമാർ എഴുതുന്നുണ്ട്. മറ്റു മരുന്നുകളടക്കമുള്ള കാര്യങ്ങൾ എല്ലാം ഒന്നും മെഡിക്കൽ കോളേജിൽ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ പരിശോധനാ ഫലങ്ങൾ വാങ്ങിക്കാൻ പോകാൻ അതിനുള്ള അറിവോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ സാമ്പത്തികമായി കയ്യിൽ എന്തെങ്കിലും ചില്ലറയോ പൈസയോ ഒന്നുമില്ലാത്ത ഒരാളാണ്. അങ്ങനെയുള്ള ആൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആശുപത്രി വരാന്തയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ ഈ വിവരം അറിയിക്കുന്നതും അങ്ങോട്ടേക്ക് ചെന്ന് ഉമ്മയെ കാണുന്നതും ഉമ്മയോട് സംസാരിക്കുന്നതും ഉമ്മയുടെ ദയനീയമായ അവസ്ഥ മനസ്സിലാക്കുന്നതും ഒപ്പം തന്നെ നമ്മൾ ആ വാർത്ത ഇപ്പോൾ പങ്കുവെക്കുന്നതും. അരുൺകുമാർ, ഇപ്പോൾ തന്നെ നേരിട്ട് ഉമ്മയെ പോയി കാണണം. കലക്ടർ മൈൻ ഹാജി MLA പറഞ്ഞതാണെന്ന് പറയുക. എല്ലാ ചിലവുകളും മൈൻ ഹാജി തന്നെ നിർവഹിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം ഭക്ഷണം കഴിച്ചു എന്ന് നോക്കുക, അവർക്ക് വസ്ത്രം മാറാനുള്ള സംവിധാനവും ഒന്ന് ഏർപ്പാടാക്കി കൊടുക്കുക. ബാക്കി കാര്യങ്ങൾ വഴിയെ നമുക്ക് ചെയ്തു കൊടുക്കാം. എന്തായാലും ഇപ്പോൾ തന്നെ ഉമ്മയൊന്ന് പോയി കണ്ടോളൂ മനീഷ്. താങ്ക് യു മനീഷ്. പാവം ഉമ്മ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്തരം ഒരവസ്ഥയിൽ നമ്മുടെയൊക്കെ കുട്ടി എറണാകുളത്ത് പോയതാണ്, തിരിച്ച് ഫോൺ വരുമ്പോൾ 2 കാലില്ലാതെ ആശുപത്രി കിടക്കുന്ന അവസ്ഥയാണ് ഉമ്മ കേൾക്കുന്നത്. മറ്റാരുമില്ല, ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ്. ആരോട് പറയാൻ, ആര് സഹായത്തിന്, ആരുമില്ലാത്ത അവസ്ഥയാണ്. ആ പാവം ട്രെയിൻ കയറി എറണാകുളത്ത് നിന്ന് ഇവിടെ വണ്ടാനത്ത് വന്നിറങ്ങി അവിടെ നിന്ന് പകച്ചു നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു ഉമ്മയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. എന്ത് ചെയ്യണമെന്ന് പോലും അറിയാതെ നിൽക്കുന്നവർ. ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല, വസ്ത്രം പോലും മാറിയിട്ടില്ല. അതാണ് ആ ഉമ്മയുടെ അവസ്ഥ. അവിടെയാണ് എന്തായാലും കലക്ടർ മൈൻ ഹാജി MLA അടക്കം ഇടപെട്ടിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള നല്ലവരായ മനുഷ്യരുണ്ടെങ്കിൽ ആ ഉമ്മയെ നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഞങ്ങളുടെ പ്രതിനിധി എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. എന്തായാലും ആ കുട്ടി സുരക്ഷിതമായി തിരികെ ജീവിതത്തിലേക്ക് വരട്ടെ. ഇപ്പോഴും ബോധം തിരിച്ച് കിട്ടിയിട്ടില്ല, അബോധാവസ്ഥയിലാണ്, 2 കാലുകളും നഷ്ടപ്പെട്ടു. ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ്.